കോൺഗ്രസ് എന്ന് വിളിച്ച നേതാവേ ഇല്ല മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ ഞങ്ങളിലൊഴുകും ചോരയിലൂടെ സജിത്ലാലെ നേതാവേ ഇല്ല മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ ഞങ്ങളിലൊഴുകും ചോരയിലൂടെ നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ് നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ് നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്
ദേശത്തിൽ വെച്ച് ഗവൺമെന്റിന് പരപ്പെടുത്തിയ ആധാരവും സംഭവം നേതാക്കളും കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും AICയുടെയും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നേതാക്കളും സന്നിധാനത്തിന്റെ രക്തസാക്ഷിത്വ ദിനമാണ് നമ്മളിവിടെ കൊണ്ടാടുന്നത്. നമുക്കറിയാം, മാർക്സിസ്റ്റ് ഭീകരതയ്ക്കെതിരെ ഒരു കാലഘട്ടത്തിൽ പയ്യന്നൂരിൽ കണ്ണൂർ ജില്ലയിൽ ശക്തമായി കോൺഗ്രസിന് വേണ്ടി ഒരു പോരാളിയായി പ്രവർത്തിച്ച നേതാവായിരുന്നു സജിത്തിലാൽ. കണ്ണൂരിലെ കൃഷ്ണാട്ടന്റെയും അജിത്തിന്റെ സഹോദരനും ഒക്കെയായി പയ്യന്നൂർ രാഷ്ട്രീയത്തിൽ വളരെ സജീവമായി KSUവിലൂടെ പ്രവർത്തിച്ച് സംസ്ഥാനത്തുടനീളം KSUവിന്റെ നീലപതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സജിത്തിലാൽ പ്രവർത്തിച്ചു. ആ കാലഘട്ടത്തിൽ പയ്യന്നൂരിലെ CPMന് ശക്തമായ താക്കീത് നൽകിക്കൊണ്ട് പ്രവർത്തിച്ച സജിത്തിലാലിനെ ഏതു വിധേയനെയും വകവരുത്തണം എന്ന CPMന്റെ ആ ബോംബാക്രമണത്തിൽ അദ്ദേഹം കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. പയ്യന്നൂരിലെ കോൺഗ്രസിന് അന്നും ഒരു ദൂരം നൽകിയിട്ടുള്ള വീര രക്തസാക്ഷി MP സജിത്തിലാലിനെ നയിക്കുന്ന ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാന്യനായ കണ്ണൂർ ജില്ലയുടെ പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് അഭ്യർത്ഥിക്കാം. ഇവിടെ സന്നിഹിതരായിട്ടുള്ള പ്രിയങ്കരായ നേതാക്കന്മാർ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, അവരൊക്കെ വളരെ പ്രിയങ്കരനായിരുന്ന KP സജിത്തിലാലിന്റെ 29ാം രക്തസാക്ഷിത്വ ദിനമാണ്, രാഷ്ട്രീയ ദിനമാണ് നമ്മളിവിടെ ആചരിക്കുന്നത്. സജിത്തിലാലിനെ കുറിച്ച് ഈ പയ്യന്നൂരിലെ പ്രദേശത്ത് നിന്നുകൊണ്ട് കൂടുതലായി സംസാരിക്കേണ്ട കാര്യമുണ്ട്, അല്ലെങ്കിൽ കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ കൂടി നിൽക്കുന്ന മുഴുവൻ കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിനെയും KSUവിനെയും മഹിളാ കോൺഗ്രസിനെയും ഒക്കെ നേതാക്കന്മാരുമായി വളരെ അടുത്ത ആത്മബന്ധം ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു സജിത്തിലാൽ എന്ന് നമുക്കറിയാം. നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശത്തിലൂടെ KSUവിനെയും യൂത്ത് കോൺഗ്രസിനെയും കോൺഗ്രസിനെയും ഒക്കെ വളർത്തുന്നതിന് വേണ്ടി എല്ലാവരുമായി ചേർന്ന് നിന്നുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ കുടുംബം മൊത്തം, അച്ഛനായാലും അതുപോലെ തന്നെ സഹോദരനായാലും എല്ലാവരും ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വത്തിന് അദ്ദേഹത്തെ സഹായിച്ചുകൊണ്ട് മുന്നോട്ട് പോയ വ്യക്തിത്വങ്ങളാണ്. പ്രിയമുള്ളവരെ, സംഘടനാ പ്രവർത്തന രംഗത്ത് ഒരു മാതൃകയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. തുടങ്ങി കോളേജ് രാഷ്ട്രീയത്തിൽ യൂണിറ്റ് പ്രസിഡന്റായിരുന്നുകൊണ്ട് ആറായി കോളേജിലെ KSUവിന്റെ യൂണിറ്റ് പ്രസിഡന്റായി, താലൂക്ക് വൈസ് പ്രസിഡന്റായി, താലൂക്ക് പ്രസിഡന്റായി, ജില്ലാ KSUവിന്റെ വൈസ് പ്രസിഡന്റായി ഇരിക്കുമ്പോഴാണ് സജിത്തിലാൽ നമ്മെ വിട്ടുപിരിഞ്ഞു പോകുന്നത് എന്ന് നമുക്കറിയാം. KSUവിന്റെ പ്രവർത്തകർക്ക് ആ കാലഘട്ടങ്ങളിൽ SFIയുടെയും അതുപോലെ തന്നെ DYFIയുടെയും CPMന്റെയും ഒക്കെ കൊടിയ മർദ്ദനങ്ങളാണ് അക്കാലത്ത് KSUവിന്റെ വിദ്യാർത്ഥികൾ നേരിടേണ്ടി വന്നതെങ്കിൽ അതിനെയൊക്കെ തന്നെ തരണം ചെയ്യുന്നതിന് വേണ്ടി ആ വിദ്യാർത്ഥികൾ KSU വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യ ബോധത്തോടു കൂടി KSUവിന്റെ നീലപ്പൻ പതാക ആ
KSU ആണ്. ആ KSU-നെ വളർത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. കേരളത്തിലെ വിദ്യാർത്ഥി ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സമരങ്ങൾ നടത്തി, ഏകോക്ഷരമായ സമരങ്ങൾ നടത്തി മുന്നോട്ട് പോയ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. ആ വിദ്യാർത്ഥി പ്രസ്ഥാനം ക്യാമ്പസുകളിൽ ആവശ്യമാണ് എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ആ ക്യാമ്പസുകളിൽ KSU-വിന്റെ നീലപ്പൻ പതാക മണപ്പിക്കുന്നതിന് വേണ്ടി അഹോരാത്രം പണിപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയ ഒരു വ്യക്തിത്വമാണ് നമ്മെ പെട്ടെന്ന് വിട്ടുപിരിഞ്ഞത് എന്നുള്ളത് KSU-വിനെ സംബന്ധിച്ചിടത്തോളം അക്കാലത്ത് തീരാനഷ്ടമായിരുന്നു. യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടമായിരുന്നു. എന്തിനാണ് മരണപ്പെട്ടത്? അവിടെയാണ് നാം പരിശോധിക്കേണ്ടത്. ഇവിടെ സ്വതന്ത്രമായ രാഷ്ട്രീയ പ്രവർത്തന ക്രമേണമെന്നുള്ള അവകാശവുമായി മുന്നോട്ട് പോയപ്പോഴാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ദാരുണമായ ഒരു അന്ത്യം സംഭവിച്ചത് എന്ന് നമുക്കറിയാം. അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോകാനിരുന്നതായിരുന്നു. അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായ സംഘർഷം നേരിടേണ്ടി വരുമെന്ന് ഉറപ്പായിരുന്നു. അദ്ദേഹത്തോട് പലതവണയായി നിങ്ങൾ മാറി നിൽക്കണമെന്ന് സൈത്തിലാലോട് പലരും ഉപദേശിച്ചു. പക്ഷേ ആ ഉപദേശങ്ങളൊന്നും കേൾക്കാതെ ഇവിടെ സംഘടന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, KSU വളർന്നത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ നിൽക്കുകയും സംഘടനാ പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് പോവുകയും ചെയ്തു. KSU-ൽ മാത്രമല്ല യൂത്ത് കോൺഗ്രസിന്റെ ഈ പ്രദേശത്തെ ധീരനായ നേതാവായി ചൈത്രാൽ വളർന്നു വന്നിരുന്നു. KSU-വിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും പ്രാദേശികമായി യൂത്ത് കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് ചൈത്രാലായിരുന്നു. പല പ്രദേശങ്ങളിൽ, ഞാൻ ഓരോ പ്രദേശങ്ങൾ എടുത്തു പറയുന്നില്ല, ആ കാലഘട്ടങ്ങളിൽ ഈ പയ്യന്നൂരിന്റെ പ്രദേശങ്ങളിൽ ഒരുപാട് പ്രദേശങ്ങളിൽ രാഷ്ട്രീയപരമായ സംഘടനകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. KSU-കാർക്കും യൂത്ത് കോൺഗ്രസുകാർക്കും മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെ തന്നെ കൃത്യമായി അവിടെ എത്തുകയും അവർക്ക് സംരക്ഷണം ഒരുക്കി കൊടുത്തതിനെ പോലെ തന്റെ ശരീരം നോക്കാതെ താൻ മരിക്കപ്പെടുമോ എന്ന് ചിന്തിക്കാതെ ആ സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടി മുന്നിട്ടിറങ്ങുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ അന്ത്യം എങ്ങനെയാണ് സംഭവിച്ചത് അത് വിവരിക്കാൻ നമുക്ക് പ്രയാസമാണ്. അപ്രധാനമായ ഒരു അന്ത്യമാണ് അദ്ദേഹത്തിന് സംഭവിച്ചത്. നിഷ്ഠൂരമായി ഒരു മനുഷ്യനോട് ചെയ്യാൻ പാടില്ലാത്ത രീതിയിലുള്ള കൊടിയ മർദ്ദനമാണ്, ഓമ്പറിഞ്ഞ് കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് 1995 ജൂൺ മാസം 27-ാം തീയതി സംഭവിച്ചത് എന്ന് മനസ്സിലാക്കണം. എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടിയാണ് ഇത് CPM ചെയ്തത്? CPM ഒന്നിരുന്ന് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഇതൊക്കെ നടത്തിയ പല സ്ഥലങ്ങളും ഇന്ത്യ രാജ്യത്ത് CPM-നുണ്ട്. അവിടെയൊക്കെ CPM-ന്റെ അവസ്ഥ എന്താണ്? പശ്ചിമബംഗാളിൽ പരിശോധിക്കണം. ഇപ്പോൾ CPM വെക്കാനും എടുക്കാനുമില്ലാത്ത ഒരു പാർട്ടിയായി CPM മാറിയിരിക്കുന്നു. ത്രിപുരയിൽ എന്താണ് സംഭവിച്ചത്? CPM എവിടെ സംഘടന നടത്തിയിരിക്കുന്നു, സംഘർഷം ഉണ്ടാക്കിയിരിക്കുന്നു. അവിടങ്ങളിലൊക്കെ തന്നെ CPM ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. കേരളത്തിലെ അവസ്ഥ എന്താണ്? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതൊക്കെ തന്നെ ഇത്തരം അക്രമങ്ങൾക്ക് ജനങ്ങൾ എതിരാണ് എന്നുള്ള യാഥാർത്ഥ്യ ബോധം ഇനിയെങ്കിലും CPM മനസ്സിലാക്കണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കടന്നു പോകുന്നില്ല. ഇവിടെ സമാധാനപൂർവ്വം സംഘടന നടത്തുവാൻ വേണ്ടി സാധിക്കണം. ഇവിടെ രാഷ്ട്രീയ സംഘടനകളുടെ ആവശ്യം, ഇവിടെ ആശയപരമായ രാഷ്ട്രീയമാണ് ആവശ്യം. അദ്ദേഹത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കപ്പെടുന്ന ആശയപരമായ രാഷ്ട്രീയം ഈ രാജ്യത്ത് കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിലകൊള്ളുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ഒന്നിച്ചു പോകാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ അനുസ്മരണ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വാർത്ത നമസ്കരിക്കുന്നു.
മുന്നിലായിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ പാർട്ടിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ഒരു പ്രസ്ഥാനം ഇന്ത്യയുടെ മണ്ണിൽ തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ കാലഘട്ടം. ഈ കാലത്ത് ആ പാർട്ടി ഭാഗമായി ആ പാർട്ടി നിന്ന് ജനങ്ങൾക്ക് ഒറ്റപ്പെട്ടു നിൽക്കുന്ന തമ്മിൽ കലഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറുമ്പോൾ പ്രിയപ്പെട്ടവരുടെ ചോര ആ ചോര മുഴുവൻ ഈ നാടിനകത്ത് CPM-ന് തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ട ആവേശപ്പെട്ടുകൊണ്ട് കാലഘട്ടങ്ങളിൽ മുമ്പോട്ട് പോകാൻ സാധിക്കണമെന്ന് മാത്രം പറഞ്ഞിരിക്കുന്നത് ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം ഏർപ്പിച്ചുകൊണ്ട് ഇത് മൊത്തം അവസാനിപ്പിക്കുന്നു. ബഹുമാന്യമായ നമുക്കറിയാം, സെലിബ്രിറ്റിനെ പോലെയുള്ള ധീരതയോട് ആത്മാർത്ഥതയോട് ഈ പ്രസ്ഥാനത്തെ സ്നേഹിച്ച ഒരു സാക്ഷികളുടെ ഈ ആഗ്രഹവും അവരുടെ ജീവനുമാണ് ഈ പാർട്ടി. ആ ജീവനും ആ രക്തവും പാർട്ടിക്ക് വേണ്ടി നമുക്ക് വേണ്ടി നൽകി വിടർന്നു പോയ രക്തസാക്ഷിയുടെ ഓർമ്മകൾ, സജിത്രാജിന്റെ ഓർമ്മകൾ നമ്മെ നയിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു. കോൺഗ്രസിന്റെ ബഹുമാനിയായ സാക്ഷി ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അദ്ദേഹം ചിന്തിയ ചോര നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജ്ജമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആദരാഞ്ജലികളും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ബഹുമാന്യനായ ASUവിന്റെ സംസ്ഥാന മുഹമ്മദ് ഷമാസ് സംസാരിക്കും. ബഹുമാന്യരായ നേതാക്കളെ, കേരള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വൈകാരികമായ ഒരു നിമിഷത്തിലാണ് ഓർമ്മോത്സവാനം മുതൽ സംഘടനാ പ്രവർത്തന കാലഘട്ടം ആരംഭിച്ച മുതൽ സൈന്യത്തിന്റെ ഓരോ വിശ്വാസത്തിലും ഈ സ്മൃതിമണ്ഡപത്തിൽ വെച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രവർത്തന കാലഘട്ടത്തിലെ പോരാട്ടങ്ങളും ഓർമ്മകളുമാണ് ഞാൻ ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകർക്ക് ഊർജവും പ്രചോദനവുമായി മുന്നോട്ട് ആ ചൊടിക്കുന്ന ഓർമ്മകൾ കൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ടുണ്ട്. ബഹുമാന്യനായ ജില്ലാ പ്രസിഡന്റ് അതിപ്പിലായിട്ട് ത്യാഗോച്ചലായ ഓർമ്മകൾ ഇങ്ങനത്തെ നമുക്കൊക്കെ മുമ്പോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ നഷ്ടാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് മറ്റൊന്നും പലപ്പോഴില്ല. നമ്മുടെ KSUവിന്റെ ജില്ലാ കമ്മിറ്റിയുടെ ഒരു ശരിക്കുലാനുസരണ റാലി ശനിയാഴ്ച നമ്മുടെ പയ്യന്നൂരിൽ വെച്ച് നടക്കുന്നുണ്ടെന്നുള്ള കാര്യം കൂടി എല്ലാ നേതാക്കന്മാരെയും അറിയിച്ചു. ഇന്ന് വൈകുന്നേരം ശുചിത്വാനുസരണം വളരെ വിപുലമായി തന്നെ പയ്യന്നൂരിൽ നടക്കുകയാണ്. പയ്യന്നൂരിൽ ആൻ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരുന്ന പരിപാടി ബഹുമാന്യനായ ബ്ലോക്ക് പ്രസിഡന്റ് ഇവിടെ സംസാരിക്കും. അദ്ദേഹം അത് വിശദമായി പറയും. അതിനായിക്കൊണ്ട് ബഹുമാന്യനായ ബ്ലോക്ക് പ്രസിഡന്റ്
തിരുവനന്തപുരത്ത് ദക്ഷിണാർച്ചന ആരംഭിക്കുകയും തുടർന്ന് ചടങ്ങുകൾ നടന്നുവരികയും ചെയ്യും. ഇന്ന് വൈകുന്നേരം യോത്തല പുസ്തകത്തിന് ആഭിമുഖ്യത്തിൽ ഗാന്ധിമന്ദിരത്തിൽ നടക്കുന്ന അനുഷ്ഠാനങ്ങൾക്ക് എല്ലാവരും പങ്കെടുക്കണമെന്ന് സഭയെ അഭ്യർത്ഥിക്കുകയാണ്. ശൈത്യലാലിന്റെ ഓർമ്മകൾ നമുക്ക് ശക്തി നൽകും. അതുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ സഹപ്രവർത്തകരെയും അതിന്റെ പ്രോത്സാഹനത്തിന് വേണ്ടി അഭിവാദിച്ചുകൊണ്ട് എടുക്കുന്നു. നന്ദി, നമസ്കാരം. കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി പവിത്രൻ സർക്കാരിന്റെ ഓർമ്മകൾ സഹോദരൻ അജിത്ലാല് യുവജന കോൺഗ്രസ് പാർട്ടി അദ്ദേഹം തീരുമാനമാണ് ഞങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടികൾക്ക് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ച ഒരു കോംപ്രമൈസും ചെയ്യാത്ത ഒരു രാഷ്ട്രീയ പ്രവർത്തകരായിരിക്കും அந்த കുടുംബത്തിലെ ഓരോ ഇവിടുത്തെ ഓരോ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരിൽ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാമെങ്കിലും ചിലർക്കൊക്കെ അറിയാതെ പോകുന്ന ഒരു കാര്യങ്ങളുണ്ട്. മാധ്യമവും വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ സജീവമായിരുന്ന ഒരു നമ്മളിപ്പോൾ ജീവിച്ചിരുന്നു. മറിച്ച് 1980 രാഷ്ട്രീയം എന്ന് പറയുന്നത് നമുക്ക് വാട്സപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ അറിയപ്പെടാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് അത് ഞങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. ഗവൺമെന്റ് പ്രതിനിധികളായി ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുമ്പോൾ അതോടൊപ്പം എന്റെ തൊട്ടുപുറത്തിലായി ഈ പ്രസ്ഥാനത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സംരക്ഷണ കവചം ഒരുക്കുന്നതിന് വേണ്ടി മുന്നോട്ട് പോയ സന്ദർഭം ഞാൻ ഓർമ്മിക്കുകയാണ്. പലപ്പോഴായി ഞങ്ങൾക്ക് വീണ്ടും കിടന്നിറങ്ങാൻ പറ്റാത്ത രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്ന സമയത്ത് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ അന്നൊക്കെ ഞങ്ങളെ ചേർത്ത് പിടിച്ചത് ഈ അന്നൂരിലെയും പയ്യന്നൂരിലെയും പാർട്ടിയുടെ യഥാർത്ഥ പ്രവർത്തകന്മാരാണെന്ന് ഞാൻ ഓർക്കുകയാണ്. ആ സമയത്തൊക്കെ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഒരു സമീപനം സ്വീകരിക്കാൻ ചെറിയ കോംപ്രമൈസുകൾ ചെയ്തിരുന്നുവെങ്കിൽ എന്റെ എനിക്ക് നഷ്ടപ്പെട്ടില്ലായിരുന്നു. പക്ഷേ ഒരു തരത്തിലുള്ള കോംപ്രമൈസും ചെയ്യാതെ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്നു. അതിൽ അംഗീകാരമായി തുടങ്ങിയാണ് ഞാൻ വിചാരിക്കുന്നത്. എന്റെ കുടുംബം എല്ലാവരും ഒരു കാലത്ത് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന പഴയകാല പാർട്ടിയായ ഞാൻ വിളയാങ്കോട് താമസിക്കുന്ന കാലഘട്ടം ഞാൻ ഓർമ്മിക്കുകയാണ്. അത് പ്രിയങ്കരനായ കേരളത്തിൽ അന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ശ്രീ എം രാമകൃഷ്ണനാണ്. അദ്ദേഹം അച്ഛൻ മരിച്ചു എന്ന് കണ്ടതിന് ശേഷം അവർ തിരികെ
ബഹുമാനായ അദ്ദേഹത്തിന്റെ ശ്രമപരമായാണ് അന്ന് എന്റെ അച്ഛന്റെ ജീവൻ തിരിച്ചു കിട്ടിയത്. അതിനുശേഷം ഞങ്ങൾ ഒരുപാട് വേദനകൾ സഹിച്ചിട്ടുണ്ട്. ഒരുപാട് ഞങ്ങൾക്ക് വീട് നഷ്ടപ്പെടേണ്ടി വന്നു, ഞങ്ങൾക്കെല്ലാം നഷ്ടപ്പെടുത്തേണ്ടി വന്നു. പക്ഷെ അതിനൊക്കെ എനിക്ക് പരിഭവമോ പരാതിയോ ഇല്ല. പക്ഷേ എന്നും ഒരുപാട് പ്രവർത്തനങ്ങൾ മരണത്തിന്റെ അവസാനമാണ് ത്രിവർണ്ണ പതാക പുറപ്പിക്കുന്ന ആഗ്രഹം മാത്രമാണ് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന രീതിയിൽ എനിക്ക് വിചാരപ്പെടാനുള്ളത്. ഈ പ്രവർത്തനത്തിൽ നിങ്ങളെല്ലാവരും ധീരമായി നിങ്ങളെല്ലാവരും അക്കാലത്തിൽ ആഗ്രഹിച്ചു അടക്കം ഒരുപാട് ആളുകൾ കൈത്താങ്ങായി നടന്നവരാണ്. അവരൊക്കെ ഒരു ബോംബാക്രമണമാണ്. ഞങ്ങൾ ഏത് നിമിഷവും കൊല്ലപ്പെടുമെന്ന് കണ്ടപ്പോൾ ഞാനും അന്ന് ഹരീഷ് മടക്കുള്ള ആളുകൾ മദ്രാസ് മോഹനിന്റെ ഫ്രണ്ട് വശത്ത് അന്ന് ഒരു കാലത്ത് കോൺഗ്രസിന്റെ ഒരു അഭയകേന്ദ്രമായിരുന്നു മദ്രാസ് മോഹൻ. ആ മദ്രാസ് മോഹനിന്റെ ഫ്രണ്ട് ഭക്ഷണം കഴിക്കാൻ ഞാൻ കയറിയപ്പോ അന്ന് കൊല്ലുമെന്ന രീതിയിലേക്ക് തൊട്ടുമുൻപിലായി ബോംബ് നിർമ്മിച്ച ഇന്നത്തെ വലിയ പണക്കാരായ അവരുടെ നേതൃത്വത്തിൽ ഒരു കത്തിക്കകത്ത് ബോംബ് വന്നപ്പോ അത്ഭുതകരമായ പരീക്ഷയ്ക്ക് പോകുന്നു. അതോടൊപ്പം എന്റെ അഞ്ചിന്റെ ഒരു സത്യപരിചാരിയായി നടന്നൊരാളാണ് ശ്യാം. നോക്കാൻ കഴിയാത്ത ഒരുപാട് മുഖങ്ങൾ കൂടെയുണ്ട്. എല്ലാവരും ഈ ഓർക്കുന്നു. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നിങ്ങളുടെ കഴിയുന്ന പരമാവധി ഉപയോഗിക്കുക. ഇപ്പോൾ അടുത്ത ഏറ്റവും പ്രശ്നങ്ങൾ ഞാൻ വളർത്തുന്നതായിട്ട് മനു തോമസിനെ പാർട്ടിയുടെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട വിവാദമായ ചർച്ചയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അകത്ത് അക്രമകാരികളായി നിൽക്കുന്നവർക്ക് എല്ലാം സാധ്യമല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നമ്മുടെ ആഗ്രഹമുണ്ടായിരുന്നു. കാസർഗോഡ് പാർലമെന്റിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ MP ഉണ്ടായിരുന്നു. അത് സാധ്യമായിരിക്കുന്നു. 2 തവണ നമുക്ക് ജയിക്കാൻ പറ്റി. KC വേണുഗോപാൽ അനുസരിച്ചപ്പോൾ വളരെ തുച്ഛമായ വോട്ടിനാണ് പരാജയപ്പെട്ടു പോകുന്നത്. പക്ഷേ ഇനി എന്തൊരാഗ്രഹം എല്ലാവരും കഴിയുന്നു. കോൺസ്റ്റിറ്റ്യൂൻസി നമുക്ക് വിളിക്കാൻ ഒറ്റക്കെട്ടായി ഒരു മനസ്സിലായി ഒരാൾ ഒരു കൂട്ടിനുണ്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ ചിന്തിച്ചുകൊണ്ടോ ഒരു തരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായതിനാൽ എനിക്കൊരു പ്രതീക്ഷയുണ്ട്. വൈകിട്ട് കോൺഗ്രസ് എടുക്കാൻ പറ്റും. അത് നിങ്ങളുടെ പ്രവർത്തനം ഉണ്ടാകട്ടെ. രാജ്യത്തെ ധീരമായ ഞാൻ ആദരാജി ഉയർത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ വൈകാരികമാണ്. എന്ത് പ്രത്യേകിച്ച് കോളേജിലെ അറസ്റ്റ് ഏതും എന്റെ ആഫീസിലെ ഞാനും ശരിക്കും നിർത്താൻ പറയാൻ പറ്റുന്നുണ്ട്. പക്ഷേ നമ്മളെല്ലാം തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇന്നും